മലപ്പുറം ചെമ്മാട് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം 5 ജില്ലകളിൽ NIA റെയ്ഡ്. നോക്കണം, മലപ്പുറം ചെമ്മാടാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇനി ഇതൊക്കെ സാർവത്രികമായിട്ട് ഈ കൊച്ചു കേരളക്കരയിൽ നടക്കുമെന്ന്. ആർക്കെങ്കിലും ഇപ്പൊ വല്ല സംശയവും തോന്നുന്നുണ്ടോ? ഇനി നോക്കിക്കോ, കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. അതാണ് ഈ സുന്ദരമായ കേരളത്തിന്റെ ഭാവി. നമുക്ക് ഇതുവരെ മനസ്സിലാക്കി തന്നത് അതാണ്. ഇപ്പൊ നോക്കണം, മലപ്പുറം ചെമ്മാട് നടന്ന ഈ സ്ഫോടക വസ്തു ശേഖരം ഇത് എന്തിനു വേണ്ടി ഇവര് കൊണ്ടുവന്നതാ? ആരുടെ ആസനത്തിൽ വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാ? ആരുടെ കാലിന്റെ ഇടയിൽ തിരികിയിട്ട് ജനസമുദ്രം ഉള്ളിടത്തേക്ക് പോയി പൊട്ടിത്തെറിക്കാനാണ്? ഏത് കാഫിറുകളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ഇവിടെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്നത്? 5 ജില്ലകളിൽ എന്തിനാണ് NIA റെയ്ഡ് നടത്തിയത്? ഇത് വ്യാപകമായ രൂപത്തിൽ 5 ജില്ലകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ സേവിങ്സും നടത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഇതൊക്കെ. ഇതിനൊക്കെ എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മോശക്കാരായി പോകും. നോക്കിക്കോ, ഓരോരുത്തരുടെയും കമന്റ് ആണ്. ഈ ജിമ്മിന്റെ ഉദ്ദേശ ശുദ്ധി ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും എന്നതാണ്. അതായത് സോങ് കാണൂല, ഔറത്തുകൾ മറച്ചിരിക്കും, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചായിരിക്കില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയമായിരിക്കും, അനാവശ്യ സംസാരങ്ങളോ അനാവശ്യ ചർച്ചകളോ ഇതിൽ ഉൾക്കൊള്ളില്ല, എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും ഒരുമിച്ച് കൂടാം, അത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള ജിമ്മിനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ ഇന്റൻഷൻ എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. ഇത് തുറന്നു പറയുമ്പോ നമ്മൾ വർഗീയവാദികളായി പോകും. നമ്മൾ എത്രയോ കണ്ടതാണ്. മെക്സവന്റെ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? വെറും 2 വർഷം കൊണ്ട് 1000കണക്കിന് ജിംനേഷ്യം ഇവരങ്ങോട്ട് തുറന്നു. എന്തിനാ? സൂംബ പോലെയുള്ള ഡാൻസുകൾ കളിക്കുന്നതിന് വേണ്ടി. അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞില്ലേ? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാര്. ഇതൊക്കെ ഇവർക്ക് ചെയ്യാം, ഒന്നും പറയാൻ പാടില്ല. ഇവന്റെ ഒക്കെ തനി സ്വരൂപമാണ് ഈ പുറത്തു വരുന്നത്. ഞാൻ ഇവന്റെ വേഷം കണ്ടിട്ടോ ഇവന്റെ ഈ ഊശാൻ താടി കണ്ടിട്ടോ ആടിന്റെ പൂട കണ്ടിട്ടോ ഒന്നുമല്ല പറയുന്നത്. മറിച്ച് ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. സനാതന ധർമ്മത്തെ വൃത്തികെട്ട മതമെന്ന അധിക്ഷേപവുമായി ബംഗാൾ മുൻ മുഖ്യമന്ത്രി TMC അധ്യക്ഷനുമായിട്ടുള്ള മമതാ ബാനർജി. ഇവർക്കൊക്കെ ഈ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെയോ കാടൻ നിയമത്തെയോ തൊടാനോ പരാമർശിക്കാനോ ധൈര്യമുണ്ടോ? ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത് കേൾക്കുന്നില്ലേ? സനാതന ധർമ്മം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. എന്താണ് ഇവരൊക്കെ മുന്നിൽ കാണുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഹിന്ദുക്കളെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇന്ത്യയെ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. പക്ഷെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് ആഗോള തീവ്രവാദത്തിന്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ഈ ഇസ്ലാമിക ഭീകരതയെ എതിർക്കാൻ ഇവർക്ക് ധൈര്യമില്ല. മുഖ്യമന്ത്രിയെ വിമർശിച്ച് പോസ്റ്റ് പങ്കുവച്ചതിന് സസ്പെൻഷൻ. ഇപ്പൊ VD സതീശൻ അതിന് നമ്മുടെ പിണറായി വിജയന് പഠിക്കുവല്ലേ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തത്? വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അധികാരം കിട്ടുന്നത് വരെയല്ലേ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ പൂരായണ. വ്യഭിചാര കേന്ദ്രത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയ ഏറ്റവും ചെറിയ കുട്ടി വെറും 3 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു. ചിന്തിക്കാൻ കഴിയുമോ ഈ ക്രൂരത? നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന് വേണ്ടി എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇവരൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് നമുക്ക് ഈ വാർത്തകൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ സെക്സ് റാക്കറ്റിന്റെ കയ്യിൽ നിന്നും മനുഷ്യക്കടത്തുകാരുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവര് ശരിക്കു പറഞ്ഞാൽ ഇവരുടെ ജീവൻ തന്നെയാണ് സ്വയം സമർപ്പിക്കുന്നത് എന്ന് മറക്കരുത്. ഇതൊക്കെയാണ് ശരിക്കും അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആളുകൾ. ഇസ്രായേലി സേനയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ പുതിയ സേനാ തലവൻ കൊല്ലപ്പെട്ടു. ഇവന്റെയൊക്കെ രീതികൾ ഇങ്ങനെ തന്നെയാണ്. കാരണം അവരനെ കൊല്ലാൻ വേണ്ടി വാളെടുക്കുമ്പോൾ നമ്മുടെ തല കൊയ്യാൻ മറ്റൊരു വാള് പുറകിലുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്വയം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇവര് ലോകം മുഴുവനും അറാമ്പറപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരൊക്കെ ഈ അറ്റമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ സമരം ചെയ്യുന്നത്. തീരട്ടെ നാറികള്. സ്വിറ്റ്സർലാൻഡ് ഇസ്ലാമിസ്റ്റ് അക്രമി അല്ലാഹു അക്ബർ മുഴക്കി വഴിയിൽ നിന്ന 3ഓളം പേരെ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചു. ഇവനൊക്കെ എന്തിന്റെ ഏനക്കേടാണെന്നേ? ഇവനൊക്കെ ഇവന്റെയൊക്കെ രാജ്യത്ത് തന്നെ ജീവിക്കാൻ പറ്റാതെ മാനുഷിക പരിഗണന കൊടുക്കുന്ന ജനാധിപത്യപരമായിട്ട് ജീവിക്കുന്ന മാനവികതയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറിയിട്ട് അവിടെയൊക്കെ അക്കല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക ആയുധവുമായിട്ട്. ഇവനെയൊക്കെ ഉണ്ടല്ലോ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ സ്വിറ്റ്സർലാൻഡ് സർക്കാർ തയ്യാറാകാത്തിടത്തോളം കാലം
ഇതുപോലെയുള്ള ഭീകരന്മാർ ഇനിയും വർദ്ധിക്കും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവനും അവധിയായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ വിചാരിക്കുന്നത് പോലെ എല്ലാ പെൺകുട്ടികളും ഒരുമിച്ച് ആയിക്കോണം. എന്നാലല്ലേ 3 ദിവസം അവധി കൊടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ മെറ്റർണിറ്റി ലീവ് ഉണ്ടല്ലോ, അതൊക്കെ 6 മാസമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വി ഡി സതീശൻ. വനിതാ സൗഹൃദ പ്രഖ്യാപനമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, വി ഡി സതീശൻ ഒരു കാര്യം അറിയത്തില്ല എന്ന് തോന്നുന്നു. ടീച്ചർമാർക്കും ഉണ്ട് ഈ പീരീഡ്സ് ഒക്കെ കേട്ടോ. അവർക്കും അവധി കൊടുത്തൂടെ 3 ദിവസം ഇതിന്? ഇതൊക്കെ എന്തിന്റെ ഒന്നും പറയുന്നില്ല. ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യണം? ഉച്ചയും കുത്തി മറിയണോ? ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ചോട്ടെ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് വന്നാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? ദേശീയ ഗാനത്തിനുള്ള പരിഗണന നൽകേണ്ടതില്ല. വന്ദേ മാതരത്തെ അവഹേളിച്ച പ്രതിപക്ഷ നേതാവ്. ഇവർക്ക് പിന്നെ എല്ലാം അവഹേളനം മാത്രം തന്നെയല്ലേ ഉള്ളൂ. നൈജീരിയയിൽ ബൊക്കോ ഹറാം തീവ്രവാദികളുടെ തടവിലായിരുന്ന 7 ക്രൈസ്തവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. സേവ് നൈജീരിയ. ഇവിടെ പിന്നെ നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്മാരല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ശബ്ദവും ഉയരില്ല. അള്ളാഹുവിന്റെ വഹി വഴി പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞ വാക്യങ്ങളാൽ ക്രൈസ്തവരെ ഇസ്ലാമിക തീവ്രവാദികൾ കൊല്ലുമ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവരുടെ ദൈവമായ യേശുവും മുസ്ലിങ്ങളുടെ പ്രവാചകൻ എന്ന് അവര് പറയുന്ന ഈസയും ഒന്നാണ് എന്ന് ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള രാഹുൽ ഈശ്വറിന് പറയാൻ കഴിയുന്നത്? അതൊക്കെ രാഹുൽ ഈശ്വറിനോട് ചോദിക്കേണ്ടുന്ന കാര്യമാണ്. അവൻ മറുപടി പറയുമായിരിക്കും. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വളർത്തിയ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പാക് പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ സൈനിക തലവനുമെതിരെ വധഭീഷണിയുമായിട്ട് രംഗത്ത്. ഇന്ത്യക്കെതിരെ അല്ലാതെ പിന്നെ പാകിസ്ഥാൻ എല്ലാ കാലത്തും എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോ ലഷ്കർ ഇ തൊയ്ബയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവർക്ക് വലിയ ശത്രുവാണ്. കാരണം എന്താ? അവര് മതേതരത്വം ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പൊ ഇന്ത്യയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഇപ്പോഴെന്തായി? അവരെ തന്നെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് എത്തി. അതങ്ങനെ തന്നെ വരത്തുള്ളന്നേ. വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അവരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അടുത്തവൻ റെഡി ആയിട്ടുണ്ടാവും. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് 5 പേർ റിമാൻഡിൽ. കോടതിയിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ. എന്തിന് മുദ്രാവാക്യം? പിണറായി വിജയന്റെ മോള് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട്. എന്നിട്ട് ഇപ്പൊ അണികള് റോഡിൽ കിടന്നിട്ട് മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ ഭയപ്പെടേണ്ടതില്ല. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇ ഡിയുടെ വണ്ടിയൊക്കെ മുട്ട എറിയാനൊക്കെ നിൽക്കുന്നത്? എന്തിനാ? ഇപ്പൊ ബിനു മുട്ടയുമായിട്ട് കീഴടങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. അഴിമതി നടത്തുന്നവർ ഏത് കൊലകൊമ്പനായാലും വിട്ടുവീഴ്ചയില്ല. മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണവും തുടർ നടപടികളും. BJP നടത്തിയ നിരന്തര നിയമ പോരാട്ടത്തിന്റെ ഫലം. ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ഷോൺ ജോർജിനോടാ. ഞങ്ങളെ ഇവിടെ കുടിയേറാൻ അനുവദിച്ചത് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തത് 20,000 രൂപ വരെ. കണ്ടോ? മമതാ ബാനർജിയാണ് ബംഗ്ലാദേശികളെ ഏറ്റവും കൂടുതൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പോൾ അവർക്ക് തന്നെ വിനയായത് കണ്ടോ? ബംഗാളിലെ മദ്രസകളിൽ വന്ദേ മാതരം നിർബന്ധമാക്കിയതോടുകൂടി ഇസ്ലാമിക സംഘടനകൾക്ക് തിരിച്ചടിയായി. മദ്രസ വന്ദേ മാതരം ആലപിച്ചു തുടങ്ങി. അതല്ലാതെ രക്ഷയില്ലെന്നേ. ബംഗാൾ ഇപ്പൊ ആരുടെ കയ്യിലാ? മതേതര വിശ്വാസികളുടെ കയ്യിലാ, ജനാധിപത്യ വിശ്വാസികളുടെ കയ്യിലാ, രാജ്യസ്നേഹികളുടെ കയ്യിലാ. അപ്പോൾ അവിടെ രാജ്യസ്നേഹം തന്നെ പഠിക്കാൻ പറ്റൂ, രാജ്യവിരുദ്ധത പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വന്ദേ മാതരം മാത്രമല്ല, ജനഗണമനയും വന്ദേ മാതരവും അതുപോലെ ജയ് ഹിന്ദും ഇതൊക്കെ അവിടെ പറയണം. അതൊക്കെ പറയാൻ പറ്റുമെങ്കിൽ സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങിച്ചിട്ട് അവിടെ ഉണ്ടാക്കിയാൽ